ഈ ചോദ്യം കേരളത്തിലെ ചോദ്യം. നിങ്ങൾ എത്ര തള്ളിക്കളഞ്ഞാലും എത്ര കണ്ണടച്ചിരുന്നാലും ഡോക്ടർ ഷിജു ഖാൻ, ഞങ്ങൾ ആരും ഒളിച്ചോടിയില്ല, ഞങ്ങളുടെ പാർട്ടി ഒളിച്ചോടിയില്ല. ഞാൻ ആവർത്തിച്ച് പറയും, താങ്കൾ ഡോക്ടറേറ്റുള്ള വ്യക്തിയാ, ഇമാതിരി വർത്താനം പറയരുത്. ചർച്ചയ്ക്ക് വന്നാൽ എനിക്ക് മറുപടി പറയാൻ അറിയാം. എം വി ഗോവിന്ദൻ എണീറ്റ് പോയത് എന്തിനാണ്? പറഞ്ഞിട്ട് പോകുന്ന മാധ്യമ പ്രവർത്തകരും എം വി ഗോവിന്ദൻ എണീറ്റ് പോയത് എന്തിനാണ്? എം വി ഗോവിന്ദൻ എണീറ്റ് പോയത് എന്തിനാണ്? എം വി ഗോവിന്ദൻ എണീറ്റ് പോയത് എന്തിനാണ്? ഒരു മര്യാദ പാലിക്കാതെയാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഏത് മര്യാദ? താങ്കൾ പാലിച്ച മര്യാദ എണ്ണം ലിസ്റ്റിംഗ് തരൂ. തട്ടിപ്പും ബിനാമി ഇടപാടും നടത്തുന്നവർ പത്രസമ്മേളനം നടത്തിയാൽ അപ്പോൾ തന്നെ ആ കുറ്റമൊക്കെ അവസാനിക്കുമെന്ന മെസ്സേജ് ഒന്നും എന്ന് ഞാൻ പറഞ്ഞോ? ഇതെന്ത് പറച്ചിലാണ് ഡോക്ടർ ഷിജു ഖാൻ? താങ്കൾ ഡോക്ടർ ഷിജു ഖാനാണ്. അല്ല അല്ല, പറഞ്ഞു തീർക്കട്ടെ. നീ ഒന്നും പറയണ്ടടാ. നിങ്ങൾ വീടിനോട് ചോദിച്ചോ? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പത്രസമ്മേളനം നടത്താനൊന്നും അയ്യപ്പദാസിന്റെ ക്ലാസിന്റെ ആവശ്യമൊന്നും. ഇതാണോ എന്റെ ചോദ്യം? പറയും, അപ്പൊ കേട്ടാ മതി. വീണ എന്ന് കേട്ടപ്പോഴേ എന്തിനാണ് എം വി ഗോവിന്ദൻ എണീറ്റ് പോയത്? അതൊന്ന് പറഞ്ഞേ. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്രയോ പത്രസമ്മേളനങ്ങൾ കണ്ടാളും ഇതൊന്നും അല്ല ചോദ്യം. ചോദ്യം കേട്ടില്ലേ? ഞാൻ ആവർത്തിക്കണോ? എന്റെ ചോദ്യം ഇതാണ്. ഒറ്റ തവണയെ എം വി ഗോവിന്ദൻ ചോദ്യം കേട്ടിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം എന്തിന് എണീറ്റ് പോയി? ഒറ്റ വിരലെങ്കിലും ധീരമായി ഈ ഭൂമി കുംഭകോണത്തിനെതിരെ അയ്യപ്പദാസ് ചൂണ്ടിയില്ല. എന്തിനാണ് എം വി ഗോവിന്ദൻ അങ്ങനെ എണീറ്റ് പോയത്? ഇതിന് ഉത്തരം പറയൂ. മാഷിന് പത്രസമ്മേളനം നടത്താൻ അയ്യപ്പദാസിന്റെ ക്ലാസ് വേണ്ട. ഇല്ലെന്നേ. ചോദ്യം ഇതാണ് ഡോക്ടർ ഷിജു ഖാൻ, ഇതിന് ഉത്തരം പറയൂ. എന്തിനാണ് എം വി ഗോവിന്ദൻ അങ്ങനെ എണീറ്റ് പോയത്? വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ വിഷയത്തിലേക്ക്. അതല്ലേ, എന്ത് വിഷയത്തിലേക്ക്? എന്റെ ചോദ്യം താങ്കൾ കേൾക്കാത്തതാണോ? ഈ ചോദ്യത്തിന് മാത്രം ഒന്ന് ഉത്തരം പറയുന്നേ. അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എന്റെ ചോദ്യത്തിന് കേട്ടോ താങ്കൾ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? അയ്യപ്പദാസേ, നിങ്ങൾ ആ ചോദ്യം കേരളത്തിൽ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ആ ചോദ്യം മുഴുമിക്കാൻ പോലും നിൽക്കാതെ അദ്ദേഹം എണീറ്റ് പോയത് എന്തിനാണ്? 10-11 തവണ ഞാൻ ചോദിക്കുന്നു. കേരളത്തിൽ മാധ്യമപ്രവർത്തകർ ചർവിതച്ചർവിണം പോലെ എം വി ഗോവിന്ദൻ എണീറ്റ് പോയത് എന്തിനാണ്? എം വി ഗോവിന്ദൻ എണീറ്റ് പോയത് എന്തിനാണ്? 10 തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ഇതിന് ശ്രീ മാത്യു, നിങ്ങൾ ഏത് ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഏത് ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്? എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചല്ലോ. ഇതിന് ശ്രീ മാത്യു, നിങ്ങൾ ഏത് ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഏത് ചോദ്യമാണ് 20 തവണ ഈ ചോദ്യം ഞാൻ ചോദിക്കുകയും ചെയ്തു. താങ്കൾക്ക്, എനിക്കും നാട്ടുകാർക്കും അറിയാം, താങ്കൾക്ക് അത് ഉത്തരം പറയാൻ പറ്റില്ല. കയ്യിൽ മറുപടി ഇല്ല സാർ. ഇവിടെ പലരുടെയും നട്ടെല്ലു റബ്ബർ